ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2063. ഓഗസ്റ്റ് മാസം 24-ാം തീയതി 236-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവേശുവിന്റെ ധർമ്മദാനവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കലുണ്ട്. ദാനധർമ്മമാണ്, അത് കുറെ കൂടെ നല്ല വാക്ക് ധർമ്മദാനമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ എങ്ങനെയൊക്കെ ചെയ്യരുതെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തി പഠിച്ചിട്ടില്ല. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ പോലും അറിയേണ്ടെന്നാണ് പറയുക. കുറെ കൂടി നമ്മൾ ഉള്ള വിഭവങ്ങൾ ഒന്ന് പകുത്തു നൽകാനായിട്ട് കുറച്ചുകൂടി മനസ്സായിരുന്നില്ല. ഇന്നും ഒരു ഞായർ ദിനമാണ്. ഏറ്റവും വലിയ ആരാധന അതായിട്ട് മാറും. ഒരു കാര്യം സ്വന്തമാക്കുന്നതിന് മുൻപ് ചോദിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. ഓരോരുത്തരും സ്വകാര്യതയിൽ. ഇതെനിക്ക് ആവശ്യമുള്ളതാണ്, ഇതിന് എനിക്ക് അർഹതയുണ്ടോ? ഈ 2 കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടണം. എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തേത്. 2, ഇതിനെനിക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ്. കിട്ടുന്നതെല്ലാം അനാവശ്യമായി വാരിക്കൂട്ടുന്നവരുണ്ട്. ഒന്നെങ്കിൽ സൗജന്യമായി കിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഉപകാരപ്പെട്ടേക്കെങ്കിലോ എന്ന് കരുതിയാണ്, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്തു ചെയ്യുമെന്ന ചിന്തിച്ചില്ല. എല്ലാം വാരിക്കൂട്ടുക. ഇങ്ങനെ സ്വരുക്കൂട്ടുന്നതെല്ലാം പതിയെ തുരുമ്പിച്ച് തീരുകയുള്ളൂ. എല്ലാ വസ്തുക്കളും ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്രദമാണ് കേട്ടോ. അത് അർഹതയുള്ളവരുടെ, ആവശ്യമുള്ളവരുടെ കൈകളിൽ എത്താൻ അനുവദിക്കുക എന്നതാണ് ശരിക്കും നമ്മൾ കാട്ടേണ്ട മര്യാദ. കൗതുകത്തിന് സൂക്ഷിച്ചിരിക്കുന്ന പോലും മറ്റാർക്കെങ്കിലും പ്രയോജനകരമാണെങ്കിൽ അത്തരം സംഭരണശാലകളൊക്കെ അവർക്ക് വേണ്ടി ഒന്ന് തുറന്നിടണ്ടേ? തീർച്ചയായിട്ടും ആണ്ടിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ എത്രയേറെ വിശിഷ്ട വസ്തുക്കളാണ് ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അവസാനം ആർക്കും ഉപകാരപ്പെടാതെ നശിപ്പിച്ചു കളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിലും ഭേദമല്ലേ അത്യാവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുവാനായിട്ട് എടുക്കുകയും മറ്റുള്ളതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുകയും ചെയ്യുക. സ്വന്തമാക്കാനുള്ള തീരുമാനത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഉപയോഗമില്ലാത്തവയെങ്കിലും ഉപേക്ഷിക്കാനുള്ള തീരുമാനം. അത് കുറച്ച് പാടാണ് കേട്ടോ. സ്വന്തമാക്കാനായിട്ട് ആർത്തി മാത്രം മതി, എന്നാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവ ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് ആലോചനയും കുറച്ച് മഹാമനസ്കതയും അനുകമ്പയും ഒക്കെ ആവശ്യമാണ്. നമ്മൾ കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യനായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച ആളാണ് ക്രിസ്തുയേശു. എന്നിട്ടും നമ്മളിങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ച് ആ കടന്നു പോകേണ്ട സമയത്ത് ഒരിക്കലും നിവരാനാവാത്ത നമ്മളുടെ ആ കൈക്കുമ്പിള് ഇങ്ങനെ ആർത്തിയോടും അത്യാഗ്രഹത്തോടും വിട്ടുകളയാം. കുറെ കൂടി നമുക്ക് ചില സൽക്കർമ്മങ്ങളിലൊക്കെ വ്യാപരിക്കാം. അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന, അതാണ് ഏറ്റവും നല്ല ഞായറാഴ്ചയുടെ ആരാധനയും. ആമേൻ.